നമസ്കാരം. കാർട്ട് പ്ലാഞ്ച് പൈഥാന എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്ര മഹോത്സവത്തിൻ്റെ ഭാഗമായി 10 ദിവസം നീളുന്ന ആചാര അനുഷ്ഠാനങ്ങളുടെ പിന്നിലും ഓരോ ഐതിഹ്യങ്ങളുണ്ട്. ഈ വ്ളോഗിൽ പള്ളിവേട്ട വിശേഷങ്ങളും ഐതിഹ്യവുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കണ്ടു നോക്കൂ. ഗുരുവായൂരപ്പൻ്റെ 9ാം ഉത്സവ ദിവസം രാവിലെ മേളത്തോടെ കാഴ്ചശീവേലി, പിന്നീട് പാലഭിഷേകം, നവകം, പന്തീരടി പൂജ എന്നിവ, തുടർന്ന് ശ്രീഭൂതബലിയും ഉച്ചപൂജയും. വൈകിട്ട് നട തുറന്ന 4 പ്രദക്ഷിണത്തോടെ ശ്രീഭൂതബലി, തുടർന്ന് ഭഗവാനെ അകത്തേക്ക് എഴുന്നള്ളിക്കുന്നതല്ല. കിഴക്കേ നടയിൽ കൊടിമരത്തിന് വടക്കായി പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ചിരുത്തുന്ന ഭഗവാന് അവിടെയാണ് ദീപാരാധന. ഈ സമയത്ത് ശാന്തിയേറ്റ കീശാന്തിക്കാരാണ് ദീപാരാധന നടത്തുക. ഇനി ഭഗവാന്റെ പുറത്തെഴുന്നള്ളത്താണ്. കുളപ്രദക്ഷിണത്തിനായി ഭഗവാൻ മതിലിന് പുറത്തേക്ക് വരുമ്പോൾ 5 ആനയും പാണ്ടിമേളവും ആ വരവ് വിളിച്ചറിയിക്കും. ഗുരുവായൂരിൽ മതിലിന് പുറമെ മാത്രമേ പാണ്ടിമേളമുള്ളൂ. കുളപ്രദക്ഷിണത്തിന് ഭഗവാന്റെ അംഗരക്ഷകരായി ഉടുത്തുകെട്ടി വാളും പരിചയവുമായി കൃഷ്ണനാട്ടം കലാകാരന്മാർ മുന്നിൽ അണിനിരക്കും. കുളപ്രദക്ഷിണം പൂർത്തിയാക്കി ഏതാണ്ട് 9:30 ഭഗവാന്റെ എഴുന്നള്ളത്ത് കിഴക്കേ നടയിലൂടെ അകത്തേക്ക് പ്രവേശിക്കും. പിന്നെ ഒരു ആനയെ ഉണ്ടാവുകയുള്ളൂ. അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ പ്രദക്ഷിണമായി വന്നു വടക്കു ഭാഗത്തെത്തുമ്പോൾ മേളം അവസാനിക്കും. ആനപ്പുറത്തു നിന്ന് ഭഗവാന്റെ തിടമ്പിറക്കി ശാന്തിക്കാരൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പിടിയാനപ്പുറത്ത് കയറും. ഇവിടെ നിന്ന് ഒരു പന്തം, ഒരു മാരാർ എന്നിവയോടെ ഭഗവാൻ പള്ളിവേട്ടയ്ക്ക് പുറപ്പെടുകയാണ്. കിഴക്കേ നടയിലൂടെ പുറത്തിറങ്ങി കല്യാണ മണ്ഡപത്തിനു സമീപം തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ മാരാർ 3 തവണ ശംഖു ഊതും. പുതിയടത്തു പിഷാരടി മാനുഷ്യങ്ങൾ ഹാജരുണ്ടോ എന്ന് 3 തവണ വിളിച്ചു ചോദിക്കും. ഇത് കേട്ട ഉടനെ പന്നിയുടെയും മറ്റു പക്ഷി മൃഗാദികളുടെയും വേഷം കെട്ടിയ 100 കണക്കിന് ഭക്തർ ക്ഷേത്രത്തിനകത്തേക്ക് ഓടിക്കയറും. പിറകെ ആനപ്പുറത്ത് ഭഗവാനും. 9 ഓട്ടപ്രദക്ഷിണത്തിനു ഒടുവിൽ പന്നിയെ അമ്പെയ്തു വീഴ്ത്തുന്നു എന്ന സങ്കല്പത്തിൽ പന്നി വേഷം കെട്ടിയ ഒരാളെ കൊടിമരത്തിന് മുന്നിൽ തണ്ടിൽ കെട്ടിടും. അയാളെ തണ്ടോടുകൂടി അവിടെ നിന്ന് പ്രദക്ഷിണമായി കൊണ്ടുപോകും. തുടർന്ന് അത്താഴപൂജ കഴിഞ്ഞു ഭഗവാന്റെ പള്ളിയുറക്കമാണ്. വേട്ടയാടി ക്ഷീണിച്ച ഭഗവാനെ പഞ്ചലോക വിഗ്രഹത്തിൽ ആവാഹിച്ചു പുറത്തെടുത്തു നമസ്കാര മണ്ഡപത്തിലേക്ക് കൊണ്ടുവരും. ഇവിടെ മറച്ചുകെട്ടി വെള്ളക്കട്ടിലിൽ പട്ടുവിരിച്ച് തലണയും വെച്ച് തയ്യാറാക്കിയ ശയ്യയിൽ തന്ത്രി ഭഗവാനെ ഉറക്കാൻ കിടത്തും. അപ്പോഴേക്കും സമയം രാത്രി 1 മണിയാകും. 12 പാരമ്പര്യക്കാർ നിശബ്ദമായി ഭഗവാന് കാവലിരിക്കും. 4 മണി അബദ്ധത്തിൽ പോലും ശബ്ദിക്കാതിരിക്കാൻ കെട്ടിയിടും. ഭഗവാന്റെ പള്ളിയുറക്കവും പള്ളിയുണർത്തലും തന്ത്രി നിരീക്ഷിക്കും. രാവിലെ 6-ന് കാളക്കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് ഭഗവാൻ എഴുന്നള്ളുന്നത്. ഇതിനായി ക്ഷേത്ര വളപ്പിനുള്ളിൽ ഒരു പശുക്കുട്ടിയെ ക്രമീകരിക്കും. ആറാട്ടോടെ ഉത്സവം സമാപിക്കും. വൈകിട്ട് 4-ന് ക്ഷേത്രനട തുറന്ന് ശീവേലിക്ക് ശേഷം ഭഗവാനെ പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ ഘോഷയാത്രയായി ടൗണിലേക്ക് ആനയിക്കും. ഈ മനോഹര കാഴ്ചകൾ കാണാനും ഭഗവാനെ നേരിട്ട് കണ്ട് തൊഴാനും ഒരുപാട് പേര് തിരക്കൊന്നും വകവയ്ക്കാതെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും മക്കളെ കൂട്ടിയിട്ടൊക്കെയാണ് പോയത്. ഞങ്ങൾ അവിടെ കൺകുളിർക്കെ കണ്ട് ആസ്വദിച്ചു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഈ വിഷ്വൽസൊക്കെ പകർത്തുകയും ചെയ്തു കേട്ടോ. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. ആദ്യമായിട്ടാണ് ഞാനും പള്ളിവേട്ടയൊക്കെ നേരിട്ട് കാണുന്നത്. ഞങ്ങളൊരു 7 മണിക്ക് എത്തിയിട്ട് തിരിച്ചു പോരുന്നത് ഒരു 10 മണി സമയത്താണ് കേട്ടോ. ഇതെല്ലാമാണ് ഉത്സവത്തിൻ്റെ അവസാന ദിനങ്ങളിലെ ആചാരങ്ങൾ.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. നന്ദി.